സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. എന്നും എന്നെ മറക്കണേ നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാൽ ഭയമില്ല എനിക്കൊന്നിലും ഭയമില്ല ഇനിയൊന്നിലും. Find rest, my soul, in Christ alone. Know His power in quietness and trust. When the oceans rise and thunders roll, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. I will be still and know you are God. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ രാജ്യം അഥവാ നമ്മുടെ ലോകം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. എന്നാൽ ഈ വളർച്ചയോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളെയും നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില പ്രശ്നങ്ങളെ ഓർത്ത് ശാസ്ത്രജ്ഞന്മാർ വളരെ പ്രയാസത്തോടെ നോക്കിക്കാണുന്ന, അതൊരു സങ്കീർണമായ പ്രശ്നമായി പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അടുത്തിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഏറ്റവും പ്രബലപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നത് അതിന് ചെയ്യാൻ കഴിയാത്ത ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളൊക്കെയും പോകുവാനായിട്ട് ഇടയാകുകയാണ്. നമ്മുടെ ശതകോടീശ്വരനായ ഇലോൺ മസ്ക് തൻ്റെ ന്യൂറോ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയിലൂടെ ഒരു പ്രത്യേകതരം ചിപ്പ് ഉണ്ടാക്കുകയും ആ ചിപ്പ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനകത്ത് വയ്ക്കുകയും അതിനുശേഷം അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താൽ അവന് കൈകൊണ്ട് കീബോർഡിൽ ടൈപ്പ് ചെയ്യാതെ തന്നെ കാര്യങ്ങളെ ചെയ്യുന്ന നിലയിലേക്ക് അത് വളർന്നു എന്നതാണ്. ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ അത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന നിലയിലേക്ക് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം അങ്ങനെ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏത് നല്ല കാര്യത്തിനും തെറ്റായ ഒരു വശം കൂടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ
ഈ കാര്യങ്ങൾക്കൊക്കെ അതിന് തെറ്റായ ഒരു വശം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രലോകത്തിന് വളരെ ഭയമാണ് മസ്തിഷ്ക രോഗസംബന്ധമായ കാര്യങ്ങളുടെ നിർണയത്തിന്, അതുപോലെ തന്നെ അതിൻ്റെ ചില ഓപ്പറേഷനുകൾ, രോഗങ്ങളെ കണ്ടെത്തി അതിനുവേണ്ട മരുന്നുകൾ നൽകുന്നതിന്, ഇതിനൊക്കെ വളരെ സഹായകരമാണ് ഈ കണ്ടുപിടുത്തങ്ങൾ എന്നുള്ളത് അതിൻ്റെ നല്ല വശമായിരിക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങളെ തന്നെ ഭയപ്പെടുത്തുന്ന, ശാസ്ത്രലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടുപിടുത്തം അത് തെറ്റായ നിലയിലേക്ക് ഉപയോഗിക്കാൻ പോയാൽ വലിയ ആപത്തിലേക്ക് ചെല്ലും എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ശാസ്ത്രം വളരുമ്പോൾ അതിൻ്റെ തെറ്റിലേക്ക് പോയി മനുഷ്യന് വലിയൊരു അപകടം സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ശാസ്ത്രലോകത്തെ മാത്രമല്ല, ഇവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യൻ്റെ പ്രശ്നം എന്താണെന്നൊരു സർവേ എടുക്കാനായിട്ട് ശ്രമിച്ചാൽ ചെറുപ്പക്കാരായ ആളുകൾ ഒരുപക്ഷെ പറയും തൊഴിലില്ലായ്മയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് തൊഴിൽ വേണം, അങ്ങനെയെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ രാജ്യത്തെ തന്നെ സേവിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്ത് നിൽക്കും. പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നിന്ന് അന്യ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ആളുകൾ പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ചെറുപ്പക്കാരോടൊരു അഭിപ്രായം ചോദിച്ചാൽ അവർ പറയാൻ സാധ്യതയുള്ളത് തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുമല്ല നമ്മുടെയൊക്കെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ ഒരുപക്ഷെ ചില വിദ്യാഭ്യാസമുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയും നമ്മുടെ രാജ്യത്തിന് വിദ്യാഭ്യാസമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം, ആളുകൾക്ക് ശരിയായ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതായ അബദ്ധങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും. അതും വാസ്തവമൊന്നുമല്ല. കാരണം നമ്മുടെ പോലുള്ള ചെറിയ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസമില്ലായ്മയല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ്, എന്നിരുന്നാൽ തന്നെയും അതൊന്നുമല്ല മനുഷ്യൻ്റെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനവും ഇപ്പോൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലും ഒരുപക്ഷെ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും നമ്മുടെ ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ പ്രശ്നം, സമ്പത്തില്ലായ്മയാണ് പ്രശ്നം എന്ന് പറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എൻ്റെ പ്രിയ സ്നേഹിതരെ, അതൊന്നുമല്ല കേട്ടോ മനുഷ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പ്രശ്നം സമ്പത്തില്ലെന്നുള്ളതല്ല, വിദ്യാഭ്യാസമില്ലെന്നുള്ളതല്ല, ദരിദ്രരായിട്ടുള്ള ആളുകൾ ഇവിടെ ഏറെ ഉണ്ടെന്നുള്ളതല്ല, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി വളരുന്നില്ലെന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ അതിനെല്ലാം അപ്പുറത്താണ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും എന്നതാണ്. മനുഷ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ചില വസ്തുവകകളുടെ ഇല്ലായ്മയോ അത് കൂടുതലുണ്ട് എന്നുള്ളതല്ല, മറിച്ച് മനുഷ്യൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് തിരുവചനമായ വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. മനുഷ്യൻ്റെ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് പാപമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും പാപം ഇത്ര വലിയ പ്രശ്നമാണോ, അതിനെ നമ്മൾ ഇത്ര ഗൗരവത്തോടെ കാണണോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടോടെ നമ്മൾ എന്താണ് മനുഷ്യൻ്റെ പ്രശ്നം എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപമാണ് എന്നതാണ്. നമ്മൾ പുറകോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ആദിമ പിതാക്കളായ ആദമും ഹവ്വായും അവരെ ഏദൻ തോട്ടത്തിലെ ദൈവമാക്കി, എന്നിട്ട് പറഞ്ഞു ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്നുള്ള ഫലത്തെ കഴിക്കരുത് എന്ന് പറഞ്ഞു. കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ആ ഫലം കഴിക്കുകയും അവർ പാപം ചെയ്യുകയും അവർ ലജ്ജയുള്ളവരായി ദൈവത്തെ ഭയമുള്ളവരായി അങ്ങനെ തീരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. മാത്രവുമല്ല പാപം ചെയ്തു എന്നുള്ള ഏക കാരണം കൊണ്ട്, ദൈവത്തെ അവിശ്വസിച്ചു എന്നുള്ള ഏക കാരണം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു, വലിയവനായ യഹോവയായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കാര്യമാണ് നാം കാണുന്നത്. അതിൻ്റെ പുറകിലുള്ള കാര്യം എന്ന് പറയുന്നത് ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ദൈവത്തോടുള്ള ബന്ധം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. അപ്പോൾ പാപം എന്നത് വളരെ നിസാരവൽക്കരിക്കേണ്ട വളരെ ലളിതമായ ഒരു കാര്യമല്ല, അത് വളരെ ഗൗരവ സ്വഭാവമുള്ള ഒന്നാണ് എന്നതാണ്. മാത്രവുമല്ല പാപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പാപത്തെ ദൈവം കാണുന്നത് അത് ഗൗരവമുള്ള ഒന്നായിട്ട് തന്നെയാണ്. നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, ബൈബിളിലേക്ക് തന്നെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ പാപം ചെയ്തു എന്ന ഏക കാരണം കൊണ്ടാണ് നാം വസിക്കുന്ന ഭൂമി ശാപഗ്രസ്തമായി തീർന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം എത്ര ഗൗരവമുള്ള ഒന്നാണ്. മനുഷ്യൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ പ്രശ്നം പാപമാണ് എന്ന് പറയുവാനായിട്ട് കഴിയും. കാരണം നാം വസിക്കുന്ന ഇത്ര വലിയ ഭൂമി ശാപഗ്രസ്തമായി തീരണമെങ്കിൽ പാപത്തെ നമ്മൾ എങ്ങനെ ഗൗരവം കുറച്ച് കാണും എന്നതാണ്.
മാത്രമല്ല അതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ബൈബിളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് പാപം എന്ന ഏക കാരണം കൊണ്ട് മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. സ്ത്രീകൾക്ക് പ്രസവം എന്ന് പറയുന്നത് വളരെ വേദനയുള്ള ഒന്നായിട്ട് തീർന്നു. മാത്രമല്ല അതുകൊണ്ട് തീരുന്നില്ല, അതുകൊണ്ട് മാത്രമല്ല തീരുന്നത്, കർത്താവായി യേശു ക്രിസ്തു ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചിട്ടല്ലാതെ പാപം എന്ന പ്രശ്നത്തിന് പരിഹാരമില്ലെങ്കിൽ പാപത്തിന്റെ ഗൗരവം എത്ര ഭയങ്കരമാണ്. നാം ചിന്തിക്കുന്നതിനെല്ലാം അപ്പുറമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പാപം എന്ന് പറയുന്നത്. പാപത്തെ വളരെ ലഘുവായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. ലോകത്തിന് പാപത്തെക്കുറിച്ച് വളരെ ഡെഫിനിഷനൊക്കെ പറയാനായിട്ടുണ്ടെങ്കിലും നമുക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത് പാപം വളരെ ഗൗരവ സ്വഭാവമുള്ള ഒന്നാണ്. പാപമാണ് മനുഷ്യനെ നിത്യമായ നരകത്തിന് യോഗ്യരാക്കി തീർക്കുന്നതെങ്കിൽ പാപം ലഘുവായ അഥവാ ലളിതമായ ഒരു കാര്യമാണോ? ഒരിക്കലും അല്ല എന്നുള്ളതാണ്. പാപം വളരെ ഗൗരവമുള്ള ഒന്നായിട്ട് തന്നെ ബൈബിൾ പറയുന്നു. കാരണം മനുഷ്യന്റെ നിത്യത മുഴുവനും നരകത്തിൽ വസിക്കേണ്ട ഏക കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപമാണ്. അങ്ങനെയെങ്കിൽ നാം പാപത്തെ എങ്ങനെ ഗൗരവം കുറച്ച് കാണും? എൻ്റെ പ്രിയ സ്നേഹിതരെ, പാപത്തെ നാം വളരെ ലഘുവായിട്ട് കണ്ടാൽ അത് ദൈവവചനത്തോടുള്ള നീതി പുലർത്തലല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ള വലിയ പ്രസ്താവനയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിന് പറയാനുള്ളത് നീതിമാനായിട്ട് ആരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സില്ലാത്ത മനുഷ്യരായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പലപ്പോഴും ആളുകൾ ചിന്തിക്കും, നമ്മൾ പാപം എന്ന് പറയുന്നത് വളരെ ലഘുവായിട്ട് കാണുന്ന ഒരു ലോകത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മൾ പാപം ചെയ്യുന്നതും നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തോടാണ്. കാരണം ദൈവമാണ് നിയമങ്ങളെ വെച്ചിട്ടുള്ളത്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് എന്നുള്ള പ്രമാണങ്ങളെ വെച്ചിട്ടുള്ളത് സർവശക്തനായ ദൈവമായതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണങ്ങളെയാണ് നമ്മൾ ലംഘിക്കുന്നത്. നാം പാപം ചെയ്യുന്നത് അത് മനുഷ്യരോടല്ല, മറിച്ച് ദൈവത്തോടാണ് എന്നത് അതിന്റെ ഗൗരവത്തെ കൂട്ടുന്ന മറ്റൊരു കാര്യമാണെന്നുള്ളതാണ്. ഞാൻ എൻ്റെ അയൽവാസിയുടെ അതിർത്തി അങ്ങനെ തെറ്റായ നിലയിൽ തിരുത്തി അല്ലെങ്കിൽ അതിനെ മാറ്റിപ്പണിത് ഞാൻ കൂട്ടിയെടുത്താൽ ഞാൻ എൻ്റെ അയൽവാസിയോട് തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ദൈവം വെച്ചിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് എതിരെയുള്ള ലംഘനമാണ് എന്നത് നമുക്ക് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. ഞാൻ കൊലപാതകം ചെയ്താൽ എനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ചെയ്തു പോയ ഒരു കാര്യമായിട്ട് അതിനെ ലഘുവായിട്ടല്ല കാണേണ്ടത്. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നിയമവ്യവസ്ഥിതികൾക്കെതിരെയുള്ള ശക്തമായ ലംഘനമാണ് നാം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോടാണ് ഞാനും നിങ്ങളും പാപം ചെയ്യുന്നത്. ദൈവത്തോട് പാപം ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എങ്ങനെ നിവർന്നു നിൽക്കുവാനായിട്ട് സാധിക്കും? ദൈവം നീതിയുള്ള ദൈവമാണ്, വിശുദ്ധനായ ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ പാപികളായ നമ്മൾ എന്തുള്ളൂ? അതുകൊണ്ട് ദൈവത്തിന്റെ നീതിപീഠത്തിന്റെ മുമ്പാകെ പാപം ചെയ്ത ഒരു മനുഷ്യന് നിവർന്നു നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവന്റെ പാപം എന്ന പ്രശ്നമാണ്. പാപം എന്ന പ്രശ്നത്തിന് പരിഹാരം വരാതെ മനുഷ്യന് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയില്ല. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജനിച്ച ഓരോ വ്യക്തിക്കും ഒരു മരണമുണ്ട്. ജനനം മാത്രമല്ല, അവന് മരണമുണ്ട്. മരണശേഷം ഒരു ന്യായവിധിയുണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നീതിപീഠത്തിന്റെ മുമ്പാകെ നിൽക്കുവാനായിട്ട് നമുക്ക് ആർക്കാണ് സാധിക്കുക? നാം ആരും നീതിമാന്മാരല്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ നീതിയുടെ മുമ്പാകെ നമ്മുടെ പാപങ്ങൾ എന്ന് പറയുന്നത് നിത്യ നരകത്തിന് നമ്മളെ യോഗ്യരാക്കി തീർക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പാപത്തെ നാം ഭയത്തോടെ കാണേണ്ടതുണ്ട്. ഈ പാപം എന്ന പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും? ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയില്ല. അതിന്റെ കാരണം എന്നിലെ പാപമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളിലെ പാപമാണ്. പാപം എന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താതെ ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് പ്രവേശനം സാധ്യമല്ല. എല്ലാ മനുഷ്യനും ജനിച്ചതിന് ശേഷം അവനൊരു മരണമുണ്ട്. ആ മരണത്തിൽ അവന് 2 മാർഗങ്ങളാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന്, അവനൊരു സ്വർഗമുണ്ട്, മറ്റൊന്ന് അവനൊരു നരകമുണ്ട്. ഇതിൽ ഏതാണ് എന്നത് നാം ജീവനോടെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് തീരുമാനിക്കുന്ന ഒന്നാണെങ്കിൽ നാം ഏത് തീരുമാനിക്കും? എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ
കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തിന് അവകാശിയായിട്ട് തീരും, അല്ല എങ്കിൽ നിത്യ നരകത്തിന് യോഗ്യരായിട്ട് തീരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവനുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഏത് വ്യക്തിയെയും അവനെ സ്വീകരിക്കുവാൻ മനസ്സുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നത് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ്. നാം നല്ലത് ചെയ്ത് നല്ലത് പ്രവർത്തിക്ക് നന്നായിട്ടൊക്കെ ജീവിക്കുക, അങ്ങനെയെങ്കിൽ സ്വർഗം പ്രാപിക്കാം എന്നല്ല തിരുവചനം പറയുന്നത്. മറിച്ച് കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഏതു വലിയ പാപിയെയും സ്നേഹിക്കുന്ന ഒരു കർത്താവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മെ സമൂഹം തള്ളിക്കളഞ്ഞേക്കാം, നമ്മുടെ കുടുംബക്കാർ തന്നെ നിങ്ങളെ അവഗണിച്ചേക്കാം, അല്ലെങ്കിൽ നാം ഏറ്റവും പ്രിയം വെച്ച നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. അവൻ ഒരു നാളും താങ്കളെ കൈവിടുകയില്ല. നമ്മെ മാറോട് ചേർക്കുന്ന ഒരു കർത്താവുണ്ട്. ബൈബിളിൽ അതിനൊരു നല്ല ഉദാഹരണം പറയുന്നുണ്ട്. ധൂർത്തപുത്രന്റെ ഉപമ എന്ന് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ പിതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അപ്പൻ്റെ സ്വത്തുവകകളിൽ എനിക്കുള്ള വീതം തന്നാലും എന്നാവശ്യപ്പെട്ടു. ഒരുപക്ഷെ നല്ലൊരു പിതാവാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, ഈ ഇളയവൻ ആവശ്യപ്പെട്ട സ്വത്ത് അല്ലെങ്കിൽ അവന് അർഹമായ സ്വത്ത് അപ്പൻ്റെ സ്വത്തിൽ നിന്ന് അവന് വീതിച്ചു കൊടുത്തു. അവൻ ആ സ്വത്തെല്ലാം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി എന്നാണ് ബൈബിൾ പറയുന്നത്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവന് ധാരാളം പണം ഉണ്ടായിരുന്നു. ആ പണമെല്ലാം ചെലവഴിച്ച് അവൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം അവൻ ജീവിച്ചു. പക്ഷേ അവിടെ ഒന്നും അവന് സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. നമുക്ക് പണമുള്ളപ്പോൾ, നമുക്ക് സ്വാധീനമുള്ളപ്പോൾ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ കൂടെ കൂടുവാനും അനവധി ആളുകളുണ്ട്. അതും ഈ ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അവൻ്റെ പണം നഷ്ടപ്പെട്ടു, അവൻ്റെ സുഹൃത്തുക്കൾ അവനെ വിട്ടുപോയി, അവൻ ജീവിതത്തിൽ വഴിമുട്ടി നിന്ന സാഹചര്യത്തിൽ അവൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അവനൊരു പന്നിയെ മേയ്ക്കുന്ന ഫാമിൽ ഒരു ജോലി അവന് ലഭിക്കുന്നത്. അവിടെ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ തൻ്റെ ഹൃദയത്തിൽ അങ്ങനെ വല്ലാത്ത പ്രയാസത്തിൽ താൻ കടന്നുപോയി. എന്താണ് ഇനി നാളേക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്, എൻ്റെ ജീവിതം എന്തായി തീരും, ഇതൊക്കെ അവനെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളായിട്ട് തീർന്നു. തനിക്ക് വിശന്നപ്പോൾ ആഹാരം പോലും കഴിക്കാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് താൻ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ ധനികനായ ഒരു പിതാവിൻ്റെ മകനാണ്, വളരെ സന്തോഷത്തോടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെ ജീവിച്ച മകൻ, ഒന്നുമില്ലാത്തവനെ പോലെ ഏറ്റവും ലളിതമായ, പ്രത്യേകിച്ചും ഒരു പന്നിയെ മേയ്ക്കുന്ന ഫാമിലെ ജോലിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എത്ര നിസ്സഹായകരമായ ജീവിതമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്. ഈ മനുഷ്യൻ ചിന്തിച്ച ഒരു ചിന്ത, അവൻ പന്നിക്ക് കൊടുക്കുന്ന ആഹാരം വരെ കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അവൻ ഭക്ഷിച്ചു എന്നല്ല, അവൻ ആഗ്രഹിച്ചു. എന്നിട്ടും അവന് കഴിക്കാനായിട്ട് അതുപോലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ അവൻ കടന്നുപോയി. എൻ്റെ പ്രിയ സ്നേഹിതരെ, അങ്ങനെ ഇരുന്നപ്പോൾ അവൻ ആലോചിച്ച ഒരു ആലോചന, എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും എന്നുള്ള ഒരു വലിയ തീരുമാനത്തിലേക്ക് ആ മനുഷ്യൻ വന്നു. അതെ, എല്ലാം നഷ്ടപ്പെട്ട ആ മകൻ, അവന് കൂട്ടുകാരില്ല, സ്നേഹിതരില്ല, പണമില്ല, മറ്റ് സ്വാധീനങ്ങളൊന്നുമില്ല. അവൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകാനായിട്ട് തീരുമാനിച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. പിതാവ് ദൂരത്ത് നിന്ന് അവനെ കണ്ടപ്പോൾ അവനോട് എൻ്റെ അടുക്കലേക്ക് വരരുത് എന്നല്ല ആവശ്യപ്പെട്ടത്, അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും അവൻ്റെ ശിരസിൽ ചുംബിക്കുകയും അവന് പുതിയ വസ്ത്രങ്ങൾ നൽകി, അവൻ്റെ കാലിൽ ചെരുപ്പണിഞ്ഞു, അവൻ്റെ കൈക്ക് മോതിരം അണിയിച്ച് മേൽത്തരമായ ഒരു കാളക്കുട്ടിയേർത്ത് വലിയൊരു സദ്യയാക്കി അതിനെ മാറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ള ഒരു പിതാവ് വചനത്തിലൂടെ നമ്മളോട് വെളിപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ള ഒരു പിതാവുണ്ട്. താങ്കൾ ഏത് വലിയ പാപത്തെ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനാണെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. നമുക്കായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച സ്നേഹമുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് നമുക്ക് വരണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി
അവൻ ക്രൂശിൽ മരിച്ചു. അത് വിശ്വസിക്കുവാനായിട്ട് തയ്യാറുള്ള ഏത് മനുഷ്യനാണോ, അവൻ ഏത് വലിയ പാപിയായ മനുഷ്യനാണെങ്കിലും, അവനെ സമൂഹം വെറുത്താലും കുടുംബം വെറുത്താലും സ്നേഹിതർ വെറുത്താലും വെറുക്കാത്തവനായ ഒരു കർത്താവുണ്ട്. കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരണമേ. പിതാവേ, നീ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏത് വലിയ പാപിയാണെങ്കിലും ആ മനുഷ്യനെ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ്, അവനെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, അവനെ വിലയുള്ളവനായി കാണുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള വലിയൊരു ആഹ്വാനം എന്ന് പറയുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അതല്ലാതെ ഒരു മനുഷ്യന്റെ പാപം എന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ വേറൊരു മാർഗം ഈ ഭൂമിയിൽ ഇല്ലേ ഇല്ല. അതുകൊണ്ട് അവന്റെ അടുക്കലേക്ക് വരിക. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ആ സന്ദർഭത്തിൽ അവന്റെ വലത്തും ഇടത്തുമായി രണ്ടുപേരെ കൂടെ ക്രൂശിച്ചു. അതിൽ ഒരുത്തൻ അവൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. ആ കള്ളനെ കുറിച്ച് ലോകം പറയുന്നത് നല്ല കള്ളൻ എന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. സമസ്വഭാവമുള്ള എന്നെ പോലെ തന്നെ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ എൻ്റെ അടുക്കൽ ക്രൂശിൽ കിടക്കുമ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെയും സഹായിക്കാൻ കഴിയാതെ ഇരുകരങ്ങളും ഇരുകാലുകളും ചേർത്ത് വെച്ച് ആണി വെച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട, അനങ്ങാൻ പോലും കഴിയാത്ത നിസ്സഹായകനായ ഒരു മനുഷ്യന്റെ ചിത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. തൊട്ടടുത്തും അതുപോലെ തന്നെ കിടക്കുന്ന മറ്റൊരു കള്ളൻ പറയുകയാണ്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. നമ്മൾ ഒരുപക്ഷെ സഹായം ചോദിക്കുന്നത് കഴിവുള്ള, പ്രാപ്തിയുള്ള, ആരോഗ്യമുള്ള അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കാം ഒരുപക്ഷെ സഹായം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ പറഞ്ഞു, ഈ എൻ്റെ അടുക്കൽ കിടന്ന് മരിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാഗ്ദത്തം ചെയ്ത മശികയാണ് എൻ്റെ അടുക്കൽ കിടന്ന് മരിക്കുന്നത്. ആ മശികയിൽ വിശ്വസിക്കുന്നതാണ് എനിക്ക് നിത്യജീവൻ പ്രാപിക്കാനുള്ള ഏക വഴി എന്ന് ആ കള്ളൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരിക. യേശുവേ, നീ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ മനസ്സായാൽ നിങ്ങളെ തള്ളിക്കളയാത്തൊരു കർത്താവുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അതാണ് നമ്മുടെ രക്ഷയ്ക്കുള്ള ഏക മാർഗമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടുവാനില്ല, നമുക്ക് പുറകോട്ട് ചിന്തിക്കുവാനായിട്ടില്ല. ഇരിക്കുന്ന അതേ സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുക. യേശുവേ, നീ കാൽവരിയിലെ ക്രൂശിൽ രക്തം ചിന്തി മരിച്ചത് എൻ്റെ പാപത്തിനാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, ഞാൻ അത് അംഗീകരിക്കുന്നു, അത് ഞാൻ എൻ്റെ വിശ്വാസമായിട്ട് സ്വീകരിക്കുന്നു. യേശുവേ, നിന്നെ ഞാൻ എൻ്റെ നാഥനും കർത്താവുമായിട്ട് അംഗീകരിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയെയും അവൻ സ്നേഹിക്കുന്നു. അവൻ ഒരു നാളും തള്ളിക്കളയയില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൽ വിശ്വസിക്കുവാൻ മനസ്സായാൽ നമ്മുടെ ജീവിതം സന്തോഷമുള്ളതായി തീരും, നമ്മുടെ ജീവിതം സമാധാനമുള്ളതായി തീരും. നമ്മെ വിലമതിക്കാത്തവർ നമ്മെ വിലമതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ കൊണ്ടുവരും. അതിന് നാം ഒന്ന് മാത്രം ചെയ്യുക. യേശുവേ, നീ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിനാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, നിന്നെ ഞാൻ എൻ്റെ കർത്താവും നാഥനുമായിട്ട് അംഗീകരിക്കുന്നു. ഈ കർത്താവിൽ വിശ്വസിച്ച് ഇനിയുള്ള നാളുകൾ ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ തള്ളിക്കളയാത്ത, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ മാറോട് ചേർക്കുന്ന സ്നേഹമുള്ള ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ വിശ്വസിച്ച് അനുഗ്രഹപൂർണ്ണമായൊരു ജീവൻ നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാൽ ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ഓരോ വ്യക്തിയുടെയും ഈ ലോക ജീവിതം പല പല പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തുണ്ട് കയറിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന എത്രയോ പേര് ഞങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ കണ്ണുനീരിൽ കഴിയുന്ന എത്രയോ അമ്മമാർ, സ്വന്തം മക്കൾ ലഹരിക്ക് അടിമപ്പെട്ട് അങ്ങനെ അധപ്പതിച്ച് കിടക്കുന്ന കാഴ്ച കാണുന്ന അമ്മയപ്പന്മാരെ നമുക്ക് ചുറ്റുമുണ്ട്.
എന്നാൽ ഈ ലോകയാത്ര എന്ന് പറയുന്നത് അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. നാം സന്ദേശത്തിലൂടെ കേട്ടതുപോലെ മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അത് പാപമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ഈ ലോകയാത്ര ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ ഇതിനപ്പുറമുള്ളതായിരിക്കുന്ന ഒരു യാത്രയുണ്ട്, നിത്യതയോളമുള്ള യാത്ര. ആ യാത്രയിൽ പങ്കാളികളായി തീരുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യതയോളം കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുക. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു യാഗമായി തീർന്നു. ആ യാഗത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് പറയുന്ന പ്രസ്താവനയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന് അവകാശികളാക്കിക്കൊണ്ട് കർത്താവിനോടൊപ്പമുള്ള യാത്രയിൽ പങ്കാളികളായി തീരുവാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ഭാവിയിൽ നിത്യതയിൽ കർത്താവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ പാപമാണ്. എന്നാൽ ആ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ ഞങ്ങൾക്ക് പകരക്കാരനായി മരിച്ചു എന്ന് ഞങ്ങൾ തിരുവെഴുത്തിൽ കേട്ടു. കർത്താവിന് സ്വന്തം നാഥനും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുവാൻ ഞങ്ങളേവരെയും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, പ്രയാസത്തിലും പ്രതികൂലമായ സാഹചര്യങ്ങളിലിരിക്കുന്ന അനേകർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവ്, അവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ എന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയൊരു രൂപാന്തരവും വലിയൊരു മാനസാന്തരവും ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് സ്വന്തം നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ സന്ദേശം വീണ്ടും കേൾക്കുന്നതിനും പാട്ടുകളും വീണ്ടും കേൾക്കുവാൻ സത്യസത്യമായി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യം.